ജസ്റ്റിസ് ഹേമ കമ്മിറ്റിയെ വിമർശിച്ച് സിനിമാ പ്രവർത്തകരുടെ സംഘടനയായ ഫെഫ്ക മൊഴിയെടുക്കാൻ ആളുകളെ തെരഞ്ഞെടുത്ത രീതി തെറ്റ്. WCC അംഗങ്ങൾക്ക് മാത്രം ചോദ്യപട്ടിക നേരത്തെ നൽകിയെന്നും ഫെഫ്ക ആരോപിച്ചു. ശ്രീകാന്ത് വിവരങ്ങളുമായി ചേരുന്നുണ്ട് കൊച്ചിയിൽ നിന്ന്. ശ്രീകാന്ത്, വിവരങ്ങൾ. ശ്രീകാന്ത്, നിലവിൽ ഇപ്പോഴും ഈ ഫെഫ്കയുടെ വാർത്താ സമ്മേളനം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിരൂക്ഷമായ വിമർശനം നിലവിൽ ഇപ്പോൾ ഹേമ കമ്മിറ്റിക്കെതിരെ ഫെഫ്ക ഉന്നയിച്ചിട്ടുണ്ട്. അതിൽ അവർ ചില കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടുന്നത് ഇങ്ങനെയാണ്. ഹേമ കമ്മിറ്റിക്ക് പിന്നാലെ 26 ആക്ഷൻ പ്ലാനുകൾ ഫെഫ്ക തയ്യാറാക്കിയിട്ടുണ്ട്. പക്ഷേ അതിനൊപ്പം തന്നെ അവരോട് ചില വിമർശനങ്ങളും ഉന്നയിക്കുന്നു. ഹേമ കമ്മിറ്റിയിൽ പറഞ്ഞിട്ടുള്ള പവർ ഗ്രൂപ്പ് പേരുകൾ പുറത്തു വരണം എന്ന് ഇപ്പോൾ ഫെഫ്ക ആവശ്യപ്പെടുന്നു. അതോടൊപ്പം തന്നെ അവർ പറയുന്ന മറ്റൊരു കാര്യം, ഈ ആരൊക്കെയാണ് ഇതുമായി ബന്ധപ്പെട്ട് ഈ പവർ ഗ്രൂപ്പിൽ ഉൾപ്പെട്ടിട്ടുള്ളത് എന്ന് പുറത്തു വിട്ടില്ലെങ്കിൽ അതിന് നിയമവഴി തേടും എന്നും ഫെഫ്ക ഇപ്പോൾ ചൂണ്ടിക്കാണിക്കുകയും ചെയ്യുന്നു. WCCക്ക് ചോദ്യാവലി തയ്യാറാക്കി അയച്ചു കൊടുക്കുകയും മറുപടി വാങ്ങിക്കുകയും ചെയ്തു. പക്ഷേ തങ്ങളുടെ സംഘടനയിൽപ്പെട്ട ഒരൊറ്റ സ്ത്രീകൾക്ക് പോലും ഈ ഹേമ കമ്മിറ്റി നിന്നും ഒരു ചോദ്യാവലി കിട്ടിയതുമില്ല, അതിന് മറുപടി കൊടുക്കാൻ സാധിച്ചതുമില്ല എന്നവർ പറയുന്നു. അതോടൊപ്പം തന്നെ പ്രധാന നടീനടന്മാർക്കും സാങ്കേതിക പ്രവർത്തകർക്കും മാത്രമാണ് മറ്റ് ഭക്ഷണം മറ്റ് കാര്യങ്ങളിലൊക്കെ തന്നെ പ്രാധാന്യമുള്ളത് എന്നുള്ളത് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. അത് തിരുത്തും എന്നവർ ചൂണ്ടിക്കാണിക്കുകയും ചെയ്യുന്നുണ്ട്. മറ്റൊന്ന്, സിനിമയിലെ ലൈംഗിക ചൂഷണം യാഥാർത്ഥ്യമാണെന്ന് ഫെഫ്ക ഇപ്പോൾ സമ്മതിക്കുന്നു. അതിനെതിരെ കർശനമായ നടപടി സ്വീകരിക്കുമെന്നും തങ്ങളുടെ ആക്ഷൻ പ്ലാൻ അങ്ങനെ ഒരു തീരുമാനം എടുത്തിട്ടുണ്ട് എന്നും ഫെഫ്ക ഇപ്പോൾ ചൂണ്ടിക്കാണിക്കുകയും ചെയ്യുന്നു. WCCക്ക് ഒരേ സമയം അഭിനന്ദനവുമുണ്ട്. അതോടൊപ്പം WCCയെ തള്ളിപ്പറയുകയും വിമർശിക്കുകയും ചെയ്യുന്നു. കാരണം WCC പറഞ്ഞത് ആ സംഘടന രൂപീകരിച്ചതിന് ശേഷം തങ്ങൾക്ക് സിനിമകൾ കിട്ടുന്നില്ല എന്നുള്ളതാണ്. അത് തെറ്റാണ്. പാർവതി തിരുവോത്തിന് ഈ WCC രൂപീകരിച്ചതിന് ശേഷം 11 സിനിമകൾ വന്നു. നിരവധി ആളുകൾ ഫെഫ്കയുമായി ബന്ധപ്പെട്ടവർ അവരെ സിനിമ ചെയ്യുന്നതിന് വേണ്ടി സമീപിച്ചെങ്കിലും അവർ സഹകരിച്ചില്ല. അത് തിരക്കഥയുടെ പ്രശ്നം മറ്റു കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടിയൊക്കെ തന്നെ ഒഴിവായി എന്നാണ് പറയുന്നത്. അത് തങ്ങളുടെ കുറ്റമല്ല എന്നും ഫെഫ്ക ചൂണ്ടിക്കാണിക്കുന്നു. എന്തായാലും സമൂലമായ അഴിച്ചുപണി ഈ സിനിമ ചിത്രീകരണ സ്ഥലത്തുണ്ടാകും എന്നാണ് ഫെഫ്ക ഉറപ്പു നൽകുന്നത്. ലൈംഗിക ചൂഷണം നടക്കുന്നുണ്ടെന്ന് ഫെഫ്ക സമ്മതിക്കുന്നു. ഒപ്പം പവർ ഗ്രൂപ്പ് ആ പേരുകൾ പുറത്തു വിട്ടില്ലെങ്കിൽ നിയമപരമായി പുറത്തുവിടാൻ കോടതിയെ സമീപിക്കും എന്നാണ് ഫെഫ്ക പറയുന്നത്. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലെ പേരുകൾ പുറത്തുവിടണമെന്നടക്കം മൊഴിയെടുക്കാൻ ആളുകളെ തിരഞ്ഞെടുത്ത രീതി തെറ്റാണ് എന്ന വിമർശനം ഈ ജസ്റ്റിസ് ഹേമ കമ്മിറ്റിയെ വിമർശിച്ചുകൊണ്ട് സിനിമാ പ്രവർത്തകരുടെ സംഘടനയായ ഫെഫ്ക ഉയർത്തുന്നു. WCC അംഗങ്ങൾക്ക് മാത്രം ചോദ്യപട്ടിക നേരത്തെ നൽകിയെന്നതടക്കമുള്ള വിമർശനങ്ങളുമുണ്ട്. ബി ഉണ്ണികൃഷ്ണന്റെ പ്രതികരണത്തിലേക്ക്. പ്രധാനപ്പെട്ട വിമർശനം കമ്മിറ്റി കാണേണ്ട ആളുകളെ തിരഞ്ഞെടുത്ത രീതിയിലാണ്. കമ്മിറ്റി ഇവിടെ പ്രവർത്തനം ആരംഭിക്കുന്നതിന് മുമ്പ് ഒരു പത്രപരസ്യം കൊടുത്തിരുന്നു. കമ്മിറ്റിക്ക് മുമ്പ് ആർക്ക് വേണമെങ്കിലും ഹാജരായി സ്റ്റേറ്റ്മെന്റ് കൊടുക്കാം എന്നുള്ളത്. റിപ്പോർട്ടിന്റെ 14ാമത്തെ ഖണ്ഡികയിൽ ഒരു കാര്യം പറയുന്നുണ്ട്. ഞങ്ങൾക്ക് കാണേണ്ട ആളുകളുടെ ടെലിഫോൺ നമ്പറും ഇമെയിലുകളും ഞങ്ങൾ ശേഖരിച്ചു, ഞങ്ങൾ അവരെ വിളിച്ചു എന്നുള്ളതാണ്. ആ തെരഞ്ഞെടുപ്പിൽ എന്തുകൊണ്ട് ഫെഫ്കയിലെ അംഗസംഘടനകളുടെ ജനറൽ സെക്രട്ടറിമാർ പോലും ഉണ്ടായില്ല?